ഹായ് കൂട്ടുകാരെ, നമസ്കാരം. കൂട്ടുകാരെ, ഇന്നേ നെയ്മീൻ വെച്ച് വളരെ സിമ്പിൾ ആയിട്ടൊരു കറി വെക്കുന്ന ഒരു വീഡിയോ ആണ്. നല്ല ഫ്രഷ് നെയ്മീനാണേ. ഞാൻ എൻ്റെ ഈ ചാനലിൽ മീൻ കറി വെക്കുന്ന പല ടൈപ്പുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ച് എളുപ്പത്തിൽ അധികം ടൈമൊന്നും കളയാണ്ട് ഉണ്ടാക്കിയേക്കുന്ന ഒരു മീൻ കറിയാണ്. ഇതിനായിട്ടേ ഞാനൊരു തക്കാളി, അതുപോലെ തന്നെ 2 സവാള, 2 പച്ചമുളക്, അതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ സവാള ഞാനേ ഒന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണേ. ഇനിയിപ്പോൾ ആ കറി വെക്കുന്ന പാത്രം അടുപ്പത്തേക്ക് അങ്ങോട്ട് വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. അതിലേക്ക് കുറച്ച് ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത്. കടുകും കൂടി ഇടണം. അപ്പൊ കടുക് തപ്പിയിട്ട് കിട്ടിയില്ല, തീർന്നു പോയി. അപ്പൊ കടുക് ഇടാണ്ടാണ് ചെയ്തത്. ഇനി ആ ക്രഷ് ചെയ്ത് വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും കൂടെ അതിലേക്ക് ഇട്ടട്ടെ നല്ലവണ്ണം അങ്ങോട്ട് വഴറ്റിയെടുക്കുക. എൻ്റെ പച്ചമണമൊക്കെ മാറണവരെ ഏകദേശം ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ അതൊന്ന് വഴറ്റിയെടുക്കുക. ക്രഷ് ചെയ്തത് കൊണ്ട് തന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ വഴറ്റിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ കൂട്ടുകാരെ, എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കാനും അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുതേ. ഇത് നല്ലവണ്ണം അങ്ങോട്ട് വഴറ്റി അങ്ങോട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഉലുവയുടെ പൊടിയും കൂടിയും ചേർക്കണം. ഇതിന് നിറത്തിന് ആവശ്യമായിട്ട് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും കൂടി അങ്ങോട്ട് ചേർക്കാം. പൗഡർ ചേർത്ത് കൊടുക്കുന്ന ടൈമിൽ ഞാൻ എൻ്റെ ഈ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പൊ ഇതെല്ലാം അങ്ങോട്ട് പൊടികളെല്ലാം ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം അങ്ങോട്ട് വഴറ്റി അങ്ങോട്ട് എടുക്കാം. ഇതിന്റെ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറണവരൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പൊ മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഞാനിത് വഴറ്റി അങ്ങോട്ട് എടുത്തത്. ഇതങ്ങോട്ട് വഴറ്റി റെഡി ആയിട്ട് വരുമ്പോഴേക്ക് ഒരു തക്കാളി ഉണ്ടല്ലോ, ആ തക്കാളി ഞാൻ മിക്സിയുടെ ജാറിലിട്ട് നല്ല പേസ്റ്റ് പോലെ നല്ല ജ്യൂസ് അടിച്ചിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ ആ തക്കാളിയുടെ ജ്യൂസും കൂടി അതിലേക്ക് ഒഴിച്ച് അത് നല്ലവണ്ണം അങ്ങോട്ട് ഡൈല്യൂട്ട് ചെയ്തെടുക്കുക. നല്ല മിക്സ് ചെയ്ത് ഗ്രേവി ഒന്ന് റെഡിയാക്കി എടുക്കാം. പിന്നെ ഇത് നല്ലവണ്ണം അങ്ങോട്ട് മിക്സ് ചെയ്തിട്ടെ ഇനി ഇതിലേക്ക് 2-3 അല്ലി കുടംപുളിയും ആ 2 പച്ചമുളക് ഉണ്ടല്ലോ അതും കൂടിയും കട്ട് ചെയ്തത് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് നല്ലവണ്ണം അങ്ങോട്ട് കലക്കിയിട്ട് ആ വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് നല്ലവണ്ണം ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് അങ്ങോട്ട് ചേർക്കാം. അപ്പൊ ആദ്യം കുറച്ച് ഉപ്പ് അങ്ങോട്ട് ചേർത്ത് ഇത് അടച്ച് വെച്ചിട്ടൊന്ന് റെഡിയാക്കി എടുക്കണം. ആ ഗ്രേവി അങ്ങോട്ട് വഴറ്റി അതിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി അങ്ങോട്ട് വന്നേ. മീൻ നല്ല അടിപൊളിയായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു മീഡിയം കഷ്ണമാക്കി നുറുക്കിയെടുത്തതാണ്. ഇതിന്റെ ഗ്രേവി നല്ല അടിപൊളിയായിട്ട് വഴറ്റി അങ്ങോട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അതിന്റെ പച്ചമണമൊക്കെ അങ്ങോട്ട് മാറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം അങ്ങോട്ട് ഒഴിക്കാം. അപ്പൊ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലവണ്ണം ഇളക്കിയിട്ട് ഉപ്പെല്ലാം അങ്ങോട്ട് നോക്കിയിട്ട് ഉപ്പെല്ലാം അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് കറിവേപ്പില ഉണ്ടായിരുന്നു, അതിലേക്ക് ചേർത്തിട്ടുണ്ട്. നല്ലവണ്ണം ഗ്രേവി അങ്ങോട്ട് തിളച്ച് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ആ തിളച്ച ഗ്രേവിയിലേക്ക് ആ മീൻ കഷ്ണങ്ങളെല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. മീൻ കഷ്ണങ്ങളെല്ലാം അങ്ങോട്ട് ഇട്ടിട്ടെ ഒന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ച് നല്ലവണ്ണം വേവിച്ച് ഇവിടെ കുറുക്കി അങ്ങോട്ട് റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി നെയ്മീൻ കറി റെഡിയാണ്. അപ്പൊ വഴറ്റാനൊന്നും അധികം സമയമൊന്നും കളയാണ്ട് നല്ല അടിപൊളി നെയ്മീൻ കറി റെഡിയാണ്. കൂട്ടുകാർ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് കാണാം. അതുവരെ നന്ദി, നമസ്കാരം.